ട്രാവൽ ആൻഡ് ഫ്ലേവർ. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവജ്യോതി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പഴശ്ശിരാജയുടെ സ്വന്തം നാടായ വയനാട്ടിലാണ്. ബാക്കിയുള്ള ഏതൊരു ജില്ലയെ അപേക്ഷിച്ച് വയനാടിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നോക്കിക്കാം, ബാക്കിയുള്ള ഏതൊരു ജില്ല എടുത്താലും കണ്ണൂരായിക്കോട്ടെ കാസർഗോഡായിക്കോട്ടെ, ഇപ്പോൾ പെർട്ടിക്കുലറായിട്ട് കണ്ണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതുപോലെ തന്നെ കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പക്ഷേ വയനാട് എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ സ്ഥലമില്ല. അപ്പോൾ ഈ ജില്ല മുഴുവനാണ് വയനാട് എന്ന് പറയുന്നത്. ഇപ്പോൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പുൽപ്പള്ളിയിലുള്ള പഴശ്ശിരാജ ലാൻഡ്സ്കേപ്പ് മ്യൂസിയത്തിലാണ്. ഇവിടെ ശരിക്കും പഴശ്ശിരാജ മരിച്ചു എന്ന് കാണപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് ആ ഭാഗത്താണ്. പിന്നെ ഒരു 4-5 കൊല്ലമായിട്ടാണ് ഇവിടെ ഒരു സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാം. ബാക്കി മൊത്തം ഏരിയയും കൂടി നമുക്ക് കവർ ചെയ്ത് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ മൊത്തം കാണിച്ചിരിക്കുന്നത് പഴശ്ശിരാജൻ്റെ ജീവചരിത്രമാണ്. ഫുൾ സ്റ്റോറി മൊത്തം കൊത്തി വെച്ചിട്ടാണ് ഉള്ളത്. നമുക്ക് ഓരോ ചിത്രം എന്ത് കഥയാണ് പറയുന്നത് നോക്കാം. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ പടപൊരുതിയ ധീരദേശാഭിമാനിയായിരുന്നു ശ്രീ കേരളവർമ്മ പഴശ്ശിരാജ. ഇദ്ദേഹത്തെ വീരകേരള സിംഹം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. മലബാറിലെ കോട്ടയം രാജവംശത്തിലെ രാജാവായിരുന്നു പഴശ്ശിരാജ. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വീറോടെ ബ്രിട്ടീഷ് ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായി ജനങ്ങളെ അണിനിരത്തി പോരാടുകയും ചെയ്തു. പഴശ്ശിരാജയെ പരാജയപ്പെടുത്താനായി പ്രഗത്ഭനായ തോമസ് ഹാർവി ബാബറെ തലശ്ശേരി സബ് കളക്ടറായി കൊണ്ടുവന്നു ബ്രിട്ടീഷുകാർ. അതോടുകൂടി പഴശ്ശിരാജ സംഘടിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധ സമരം ഒന്നുകൂടി ആളിക്കത്താൻ തുടങ്ങി. എങ്കിലും ബാബറുടെയും ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെയും ആക്രമണത്തിന് മുമ്പിൽ ചെറുത്തു നിൽക്കാൻ പഴശ്ശിരാജക്കായില്ല. കേവലം 52-ാമത്തെ വയസ്സിൽ 1805 വയനാട് പുൽപ്പള്ളിയിലെ മാവിലാന്തോട്ടിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജ വെടിയേറ്റ് വീരമൃത്യു വരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. വീരപോരാളിയും ദേശാഭിമാനിയായ പഴശ്ശിരാജ തന്നെ ബ്രിട്ടീഷ് സൈന്യം പിടികൂടുമെന്ന നിശ്ചയത്താൽ വൈര്യക്കല്ല് വിഴുങ്ങി സ്വയം മരണത്തെ കൈവരിച്ചു എന്നതാണ് പരമാർത്ഥം എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ജാതിമതഭേദമന്യേ ഏവരുടെയും സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ ധീര ദേശാഭിമാനിയാണ് പഴശ്ശിരാജ. അപ്പോൾ മറന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. ടിങ് ടിങ്. അപ്പം ബാ. അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രൻ്റെ കഥ ഭക്തിസാന്ദ്രമാണ്. രാമായണ കഥകളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ നിറഞ്ഞ ക്ഷേത്രങ്ങളുണ്ട് വയനാട് ജില്ലയിൽ. മുത്തങ്ങ വനാതിർത്തിയിലെ ആദിവാസി മേഖലയിൽ പൊൻകുഴി ശ്രീരാമക്ഷേത്രവും പുൽപ്പള്ളിയിലെ സീതാദേവി ക്ഷേത്രവും. വയനാടിന് മാത്രമായിട്ട് ഒരു രാമായണ കഥയുണ്ട്. അറിയാനൊരു ആകാംക്ഷയില്ലേ? ഞാനിപ്പോൾ ഉള്ളത് കണ്ണീർ തടാകത്തിലാണ്. സീതാദേവിയുടെ കണ്ണീർ വീണ സ്ഥലം എന്നറിയുന്ന കണ്ണീർ തടാകത്തിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഇതിന് ബന്ധപ്പെട്ടിട്ടായിട്ട് ഒരു രാമായണ കഥയുണ്ട്, നമുക്ക് അറിയുന്ന പോലെ തന്നെ. അതറിയണമെങ്കിൽ അതിന് മുമ്പേ അതുമായി റിലേറ്റ് ചെയ്ത് ആണ് 2 ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രം കൂടി നമുക്ക് കവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ കഥ എന്താണെന്ന് പറയാം. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 2700 അടി ഉയരത്തിൽ വയനാട്ടിലെ ഈ പ്രദേശത്ത് മിത്തുകൾ ഏറെ ചുറ്റിപ്പടർന്നു നിൽക്കുന്നു. ആൽമരത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഒരു സ്ഥാനമുണ്ട്. ഇത് ശരിക്കും ആൽമരത്ത് മൊത്തം തളിരിലാണ്. ഇത് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു വശത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ശ്രീകൃഷ്ണൻ്റെ തിരുമുടിയിൽ പീലി വിടർന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഏകദേശം കാണുമ്പോൾ തോന്നുക. നമുക്ക് ഒരു സൈഡിലേക്ക് പോയി നോക്കാം ആ വ്യൂ എങ്ങനെയാണ്. സീതയെ ഉപേക്ഷിച്ചതും വാൽമീകി ആശ്രമവും ലവകുശ ജനനവും മുത്തങ്ങയിലെ പൊൻകുഴിയിലത്രേ. പ്രധാന ശ്രീകോവിലിൽ ശ്രീരാമസ്വാമിക്കും മറുവശത്ത് സീതാദേവിക്കും ഹനുമാൻ സ്വാമിക്കും പ്രതിഷ്ഠയുണ്ട്.
രാവണവധത്തിനു ശേഷം അഗ്നിശുദ്ധി വരുത്തിയെങ്കിലും അയോധ്യാവാസികളുടെ അപവാദം ഭയന്ന് ശ്രീരാമൻ ഗർഭിണിയായ സീതയെ കാട്ടിലുപേക്ഷിച്ചു. സ്നാനം കഴിഞ്ഞെത്തിയ വാൽമീകി മഹർഷി സീതയെ കാണുകയും വിവരം ആരാഞ്ഞ് തൻ്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ആ സ്ഥലം പൊൻകുഴിയാണെന്ന് വിശ്വസിക്കുന്നു. ഏറെ ദുഃഖാകുലയായ സീതാദേവിയുടെ കണ്ണീർ വാർന്ന് രൂപപ്പെട്ട് ചെറുതടാകം ഇന്നും ഭക്തരെ ഏറെ ആകർഷിക്കുന്നു. ഇന്നത്തെ സുൽത്താൻ ബത്തേരി താലൂക്കിലെ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം ഏറെ പരിചിതമാണ്. അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നേരെ എത്തിയിരിക്കുന്നത് സീതാദേവിക്കുള്ള ക്ഷേത്രമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സീതാദേവിക്ക് ഒരു പ്രത്യേക ഒരു ക്ഷേത്രം, അതുപോലെ അധിക പേർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ സീതാദേവി ലവകുശന്മാർക്കായിട്ടുള്ളൊരു പ്രത്യേക ക്ഷേത്രമാണ്. ഇവിടെ സീതാദേവിനെ ചേടാറ്റിലമ്മ എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. മഹാലക്ഷ്മി മായാദേവി സീത ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്തത് ഇവിടെയാണെന്ന് വിശ്വസിക്കുന്നു. ഭൂമി പിളർന്ന് അന്തർദാനം ചെയ്യുന്നതിനിടെ ശ്രീരാമസ്വാമി മുടിയിൽ പിടിച്ചു എന്ന് പറയുന്നതും ഇവിടെ വെച്ചാണ്. സീതാദേവിയുടെ മുടിയിൽ കയറി പിടിച്ചതിനാൽ ജഡാറ്റിലമ്മ എന്ന പേരിലും അറിയപ്പെടുന്നു. ഉപദേവന്മാരായ ഗണപതിയും മുരുകൻ, അയ്യപ്പൻ, വേട്ടക്കുരുമകൻ, തലച്ചിൽ ഭഗവാൻ, നാഗമാതാവിനെയും ഇവിടെ പൂജിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ ജൈൻ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു സ്ഥലത്ത് പണ്ട് ഗണപതി വട്ടം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമാണ് ഇപ്പോൾ പഴശ്ശിരാജൻ്റെ ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ കൈവശപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. വയനാട്ടിൽ മഹാബുദ്ധ കാലഘട്ടത്തിന് ശേഷം ജൈനന്മാർ കുടിയേറിയിട്ടുള്ള പ്രദേശമാണ് വയനാട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ബത്തേരിയിലെ ഈ ജൈനക്ഷേത്രം. അതുപോലെ പനമരത്ത് റൂയിൻ ആയിട്ടുള്ള വേറൊരു ജൈനക്ഷേത്രം അടുത്ത കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട്. കൽപ്പറ്റയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അവിടെ ഒരു ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇത് പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടത്തിൽ സുൽത്താൻ സുരക്ഷിത മേഖലയായിട്ട് കരുതുകയും തുടർന്ന് ബ്രിട്ടീഷുകാർ കീഴടക്കുകയും പഴശ്ശി യുദ്ധങ്ങളൊക്കെ ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന മറ്റ് ചരിത്ര സംഭവങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ജൈനന്മാർ പഴയ കാലഘട്ടത്തിൽ 4-5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ വരികയും ഇതൊക്കെ കാട്ട് പ്രദേശമാണ്. ഗണപതി വട്ടം എന്നാണ് ഇതിൻ്റെ ആക്ച്വൽ പേര് ഈ സ്ഥലത്തിൻ്റെ. അപ്പോൾ ഇവിടെ അവരുടെ ഒരു ജൈന സന്യാസിമാരുടെ ഒരു കേന്ദ്രമായിട്ട് പൂജ നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ്. പിന്നീട് ടിപ്പു സുൽത്താൻ തൻ്റെ ആയുധപുരയായിട്ട് ഇത് മാറ്റി. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് സുൽത്താൻസ് ബാറ്ററിയാണ് നമ്മൾ സുൽത്താൻ ബത്തേരിയായിട്ട് പറയുന്നത്. പിന്നീടാണ് പഴശ്ശി യുദ്ധം അങ്ങനെ തുടർച്ചയായിട്ടുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ടിപ്പു സുൽത്താനെ അവരെ വാർ നടത്താനുള്ള നല്ലൊരു സ്പോട്ടായിട്ടും അതുമല്ല അവരെ ആയുധങ്ങളെല്ലാം ശേഖരിച്ച് വെച്ച സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് സുൽത്താൻസ് ബാറ്ററി എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ 2 ദിവസത്തെ വയനാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ശരിക്കും നല്ല ക്ഷീണമുണ്ട്, നല്ലൊരു ഉറക്കം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിലും വേറെ നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.